ബജറ്റിന് മുമ്പായി മുഖ്യമന്ത്രിയെ കണ്ട് മലപ്പുറം ജില്ല പുനഃക്രമീകരണത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതായിരുന്നു UDF നേതൃത്വത്തിന്റെ ഉദ്ദേശം. പക്ഷെ അദ്ദേഹം ബജറ്റ് തയ്യാറാക്കുന്ന തിരക്കിലായതിനാൽ മലപ്പുറത്തുള്ള അംഗങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. പകരം PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ മറ്റ് മന്ത്രിമാരുമായിട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അക്കാര്യങ്ങൾ മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറെ വൈകാതെ തന്നെ അനുകൂലമായ ഒരു സമീപനം ഇതിൽ ഉണ്ടാകുന്ന പ്രതീക്ഷയാണ് UDF പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയെ ഈ ബജറ്റിന് ശേഷം അടുത്ത ആഴ്ച ഒരു ദിവസം നേരിൽ കണ്ട ഇക്കാര്യങ്ങൾ വിശദമായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ എന്നൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. മലപ്പുറം ജില്ല വിഭജിക്കുകയല്ല, മറിച്ച് ജനസംഖ്യാനുപാതികമായി ഭൂവിസ്തൃതിക്ക് അനുസരിച്ചുള്ള വികസന സാധ്യമാകണമെങ്കിൽ പുനഃക്രമീകരണം വേണമെന്നൊരാവശ്യമാണ് UDF ജില്ലാ നേതൃത്വം ഉന്നയിക്കുന്നത്. അത് മലപ്പുറം മാത്രമല്ല മറ്റു ജില്ലകൾ കൂടി ഈ ഒരു സാഹചര്യത്തിൽ പരിഗണിക്കണമെന്ന ഒരു അഭിപ്രായം അവർ പറയുന്നുണ്ട്. അതായത് ജില്ല വെട്ടിമുറിക്കുകയല്ല, മറിച്ച് പുനഃക്രമീകരിക്കുക എന്നൊരു ആവശ്യത്തിലാണ് അവർ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ഇതിനോട് അനുകൂല സമീപനമാണ് BJP വരെയുള്ളവർ അടക്കമുള്ളവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നതും മാറുന്ന സാഹചര്യത്തിന് അനുസരിച്ചുള്ള ഒരു മാറ്റമായിട്ട് തന്നെയാണ് കാണേണ്ടത്. CPM-ന്റെ നിലപാട് ഇപ്പോഴും അവ്യക്തമാണ്. എന്താണ് അവർ ഈ കാര്യത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് ഇപ്പോഴും കഴിയാത്ത ഒരു കാര്യമാണ്. തിരൂർ കേന്ദ്രീകരിച്ചൊരു ജില്ല എന്നൊരു ആവശ്യം വരുന്നുണ്ട്. അതല്ല വള്ളുവനാട്, അതായത് മലപ്പുറം പാലക്കാട് ജില്ലകളുടെ പല താലൂക്കുകളും കൂടി ചേർത്ത് വള്ളുവനാട് എന്നൊരു സങ്കല്പം, അത്തരത്തിലൊരു ജില്ല എന്നൊരു ആവശ്യം പറയുന്നുണ്ട്. എന്നാണെങ്കിൽ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തി ശാസ്ത്രീയമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അത്തരം നടപടിയിലേക്ക് പോവുക. അതായത് ഇതിനെ പഠനങ്ങളുടെയും ശാസ്ത്രീയമായ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന തരത്തിലേക്ക് ഒരു പ്രതീതി അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം ഇതിൽ ഉണ്ടാക്കുക എന്നതാണ് UDF-ന്റെ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ. എന്താണെങ്കിലും അനുകൂലമായ സമീപനം UDF-ന്റെ ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രതീക്ഷ തന്നെയാണ് UDF ഇതിൽ പങ്കുവയ്ക്കുന്നത്. ബജറ്റിന് ശേഷം ഒരുപക്ഷെ ഇതിൽ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. CV അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.